ബാലരാമപുരത്തെ സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ലക്ഷങ്ങളുടെ മോഷണം. ബാലരാമപുരം വില്ലേജ് ഓഫീസ്, ബാലരാമപുരം ആയുർവേദ ആശുപത്രി, ബാലരാമപുരം കൃഷിഭവൻ നഴ്സറി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മോഷണം നടന്നത്. ഇന്നലെ രാത്രിയായിരുന്നു മോഷണം. ബാലരാമപുരം വില്ലേജ് ഓഫീസിൽ നിന്നും 3 ലാപ്ടോപ്പുകളാണ് മോഷണം പോയത്. വില്ലേജ് ഓഫീസിൻ്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്നായിരുന്നു മോഷണം. വില്ലേജ് ഓഫീസിലെ ഔദ്യോഗിക രേഖകൾ സൂക്ഷിച്ചിരുന്ന പ്രധാന ലാപ്ടോപ്പുകളിൽ 3 എണ്ണമാണ് മോഷണം പോയത്. ബാലരാമപുരം ആയുർവേദ ആശുപത്രിയുടെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് മോഷണശ്രമം നടത്തിയിരുന്നു. സമീപത്തെ കൃഷിഭവൻ്റെ നഴ്സറിയുടെ വാതിൽ കുത്തിത്തുറന്ന് രൂപയും കവർന്നു. തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന 3 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ബാലരാമപുരം പോലീസ് സംഭവസ്ഥലത്തെത്തി കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. വില്ലേജ് ഓഫീസിലെ ലാപ്ടോപ്പുകൾ മോഷണം പോയത് ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരുന്നത്. വിവിധ രേഖകളടങ്ങിയ ലാപ്ടോപ്പാണ് മോഷ്ടിച്ചിരിക്കുന്നത്. വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെത്തി കൂടുതൽ പരിശോധന നടത്തുന്നതിലൂടെ മാത്രമേ മറ്റ് കൂടുതൽ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുവാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയാണ് നമ്മുടെ ഈ വില്ലേജ് ഓഫീസിന്റെ വാതില് പൊളിച്ചകത്ത് കയറി 3 ലാപ്ടോപ്പുകളാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നമ്മുടെ ആയുർവേദ ആശുപത്രി തൊട്ടടുത്തുണ്ട്. ഗേറ്റ് ചാടി കിടന്ന് അതിന്റെ ഗ്രില്ലെല്ലാം അടിച്ചു പൊട്ടിച്ച് അതിനകത്ത് കയറി ഒരു മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ബ്ലോക്ക് നഴ്സറിയുടെ ഓഫീസുണ്ട്. അതിനകത്ത് കയറി അവിടെ ഇങ്ങനെ ചെടിയൊക്കെ വിറ്റ് വെച്ചിരുന്ന ആ പണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ തന്നെ ഈ തൊട്ടടുത്ത ഒരു തനിമയുടെ ഓഫീസിലുണ്ട്. അവിടെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അവിടെ വാതിലൊക്കെ തുറന്ന് ഇതിന്റെ ഈ ജനലൊക്കെ തുറന്ന് കിടപ്പുണ്ട്. അവിടെ ഇനി മോഷണം പോയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധന്മാര് ഈ ഭാഗത്ത് കുറേ ദിവസങ്ങളായി ശല്യം ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ പറഞ്ഞതാണ്. പോലീസിനെ അറിയിച്ചു. പോലീസ് കൃത്യമായി എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ മോഷണ ശ്രമത്തിനിടയിൽ ഒരു മൺവട്ടിയുടെ തട്ടും അതോടൊപ്പം തന്നെ കമ്പിയും ഈ ആയുർവേദ ആശുപത്രിക്ക് അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ 1-2 ആൾക്കാരല്ല, ഇത് കൂട്ടായ ഒരു മോഷണ ശ്രമമാണ് നടന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എല്ലാ സർക്കാർ ഓഫീസുകളും ഏകദേശം പ്രവർത്തിക്കുന്നത് ഈ കോമ്പൗണ്ടിനകത്താണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ബോധപൂർവം ചെയ്തിട്ടുള്ളതാണ്. ഇത് പോലീസിന്റെ ഭാഗത്ത് സമഗ്രമായ അന്വേഷണം വരണം. കർശനമായും കുറ്റക്കാരെ കണ്ടുപിടിക്കണം. കാരണം ഈ വില്ലേജ് ഓഫീസിനകത്തുള്ള ലാപ്ടോപ്പിന്റെ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രേഖകൾ അതിനകത്തുള്ളതാണ്. അപ്പൊ അതൊക്കെ ഇനി അത് കിട്ടിയാൽ മാത്രമേ അതിനെ സംബന്ധിച്ച് നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ. അത് നഷ്ടപ്പെട്ടു പോയാൽ വളരെ ബുദ്ധിമുട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാ ഓഫീസേഴ്സിനെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെ കുറേ പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യം പഞ്ചായത്ത് എന്നല്ല നമ്മുടെ ആവശ്യം. പഞ്ചായത്ത് മെമ്പർമാരെല്ലാം നമ്മുടെ കൂടെ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടുകാരുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് ഒരു നിസ്സാരവൽക്കരിക്കാതെ സർക്കാർ ഓഫീസുകളിൽ മോഷണം പോയാൽ സ്വാഭാവികമായും ഒരു അന്വേഷണം നടത്തി കടന്നു പോകുക എന്നുള്ളതാണ്. അതങ്ങനെയല്ല. ഇത് വില്ലേജ് ഓഫീസിലെ രേഖകളാണ് മോഷണം പോയത്. അത് ബോധപൂർവമാണോ എന്ന് സംബന്ധിച്ച് പരിശോധിക്കേണ്ടിയിരിക്കണം. അതുകൊണ്ട് വളരെ കൃത്യമായി പോലീസിന്റെ അന്വേഷണം വരണം. കുറ്റവാളികളെ കണ്ടെത്തുക തന്നെ വേണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സമീപത്തെ സർക്കാർ ഓഫീസുകളിലും മോഷണം നടന്നിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ബാലരാമപുരം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു.